അപ്പോൾ ഇന്ന് രണ്ടാൾക്ക് സ്കൂളിൽ ഓണം പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് സ്കൂൾ അടയ്ക്കാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഞാൻ വിചാരിച്ചു 1 മണി വരെയൊക്കെ കാണത്തുള്ളൂ പറഞ്ഞ് ലഞ്ചൊന്നും കൊടുത്ത് വിട്ടില്ലായിരുന്നു. അപ്പോൾ ആഷ്മി രാവിലെ ഉണ്ടാക്കി 2 അപ്പം കൊണ്ടാണ് പോയത്. അപ്പം എന്നാണ്ട് ഇന്ന് തിരുവാതിരയുടെ കോമ്പറ്റീഷൻ ഉണ്ട് ലച്ചുവിന്. അപ്പം തലയെ കെട്ടാൻ വടയില്ല കേട്ടോ. വട ഭരതനാട്യത്തിൻ്റെ ഒരു വടയുണ്ടായിരുന്നു, പക്ഷേ അത് അങ്ങ് ചീത്തയായിപ്പോയി. പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ അത് വലുതാണ് ഇരിക്കുന്നത്. അപ്പം അമ്മ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാതൊക്കെ അങ്ങനെ അമ്മ രാവിലെ വട ഉണ്ടാക്കി തലയെ കെട്ടാനായിട്ട് വട ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആശിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലച്ചും കണ്ടു പഠിച്ച് ലച്ചു ഒരെണ്ണം ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കി 2 പേർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാവിലെ പണിഷ്മെൻറ്റ് കൊടുത്തേക്കോടെ മിക്കുവിനും പിങ്കുവിനും പപ്പിക്കും. കാരണം ഇന്ന് രാവിലെ പത്രം ഇട്ടപ്പോഴത്തേക്കിനും മൊത്തം അങ്ങ് വലിച്ചു കയറി വെച്ചു കേട്ടോ. മിക്കു സാധാരണ അങ്ങനൊന്നും ചെയ്യാത്തതായിരുന്നു. എന്തായാലും അവിടെ കിടക്കട്ടെ 3 പേരും. അങ്ങനെ വടയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ സെറ്റ് സാരിയൊക്കെയാണ്. സെറ്റ് സാരി അവിടെ ചെന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആഷ്മിക്ക് ഇന്നലെ ഞാൻ താമരയുടെ മാല മേടിച്ചായിരുന്നേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള. അത് കണ്ടില്ലേ എന്നും പറഞ്ഞ് അവിടെ കിടന്ന കരയുക. ഇന്നലെ രാത്രിയിൽ എടുത്തിട്ടിട്ട് എവിടോട്ട് വെച്ചു എന്നറിയത്തില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചമ്മന്തിയാണ്. പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത്തപ്പൂവൊക്കെ ഇന്ന് നല്ല പൂവിലയൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് വെച്ചിരുന്നതേ ഉള്ളൂ. പക്ഷേ അത്തപ്പൂ ഒന്നും ഇടാൻ പറ്റിയില്ല. ചെറിയൊരു അത്തപ്പൂ ഇന്ന് ഇട്ടുള്ളൂ. കാരണം അവളുമാർക്ക് തിരക്കായിരുന്നു. ലച്ചു മേക്കപ്പിൻ്റെ തിരക്ക്. മേക്കപ്പൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോളൂ. കാരണം ഭരതനാട്യമൊക്കെ പഠിച്ചുകൊണ്ട് അത്യാവശ്യം മേക്കപ്പൊക്കെ അവൾക്ക് അറിയാം കേട്ടോ. ഈ തലമുടിയൊക്കെ കെട്ടിയത് ലച്ചു ഒറ്റയ്ക്കാണ് കേട്ടോ. വടയൊക്കെ വെച്ച് കെട്ടിയത്. അപ്പോൾ ആഷ്മിക്കും കെട്ടിക്കൊടുത്തത് അവൾ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് ഇടിപിടിന്ന് 8 മണിയാകുമ്പോൾ സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടിപിടിന്ന് വെച്ച് ഒരു മുറി അപ്പമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. നമ്മുടെ കുഞ്ഞത്തപ്പൂവായി പോയി ഇന്ന് അതിനെ സമയം കിട്ടിയത്. അത് നമ്മുടെ ആഷ്മിയാണ് കേട്ടത്. ലച്ചുവിൻ്റെയൊക്കെ ഡ്രസ് കോഡ് ഇതല്ല. അവൾ സെറ്റ് സാരി ഉടുക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ നീ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ ഭരതനാട്യത്തിൻ്റെ ഓർണമെൻറ്റ്സ് കേട്ടോ. അപ്പം മേക്കപ്പൊക്കെ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് സത്യം പറഞ്ഞ് രക്ഷപ്പെട്ട് തന്നെ അങ്ങ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ധാവണിയും മെറൂൺ കളർ ധാവണിയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ സ്കൂളിൽ എടുക്കുമായിരിക്കും, എന്തോന്ന് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും കിട്ടിയില്ല. ലച്ചുവിനെ രാവിലെ 8 മണിയായപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു കേട്ടോ. മേക്കപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആശി ഒരു 9 മണിയായപ്പോഴാണ് കൊണ്ടുവിട്ടത്. അപ്പം ഉച്ചയ്ക്ക് ഇന്ന് 4 മണി വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ചോറ് ലച്ചു കൊണ്ടുവരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം കൂട്ടുകാരികളുടെ ചോറ് കഴിച്ചിരുന്നു. ആഷ്മി രണ്ടപ്പം കൊണ്ടുപോയിട്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ 2 മണിക്ക് ചോറിനാൻ ചെന്ന് വിളിച്ചാൽ പറഞ്ഞു വരുന്നില്ല, കുഴപ്പമില്ല, 4 മണി 2 പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള പാതായിട്ട് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.